എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ ടി പത്മനാഭൻ്റെ ഒരു ചെറുകഥ കേൾക്കാം. അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം ജീവിതത്തിൻ്റെ ആത്മാവിലേക്ക്, മനുഷ്യനെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കടന്നു വരികയും മലയാളത്തിൻ്റെ വരപ്രസാദമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഏകാന്തതയുടെ സങ്കടങ്ങൾ ഈ കഥകളുടെ ഭാവശില്പമൊരുക്കുന്നു. അന്യമായി തീർന്ന മനുഷ്യസത്തകളെ സ്വന്തമാക്കാനുള്ള വൈകാരിക തൃഷ്ണയായി ഇതിലെ കഥാപാത്രങ്ങൾ നിലകൊള്ളുന്നു. ഭാവഗീതത്തിൻ്റെ ഏകാഗ്രമായ സ്പന്ദനങ്ങൾ പത്മനാഭൻ്റെ കഥകൾക്ക് ചാരുതയണയ്ക്കുന്നു. അചുംബിതമായ ഒരനുഭൂതി മണ്ഡലത്തിലേക്ക് മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കഥ കേൾക്കാം. തിന്നുവാൻ പറ്റാത്ത ബിസ്ക്കറ്റ്. വിടർന്നു വരുന്ന ഒരു വാഴയുടെ കൂമ്പ് പോലെ ഞാൻ എൻ്റെ ചെറിയ കണ്ണുകൾ തുറന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കി രസിക്കാൻ ആരംഭിച്ച കാലത്ത് ഒരു ദിവസം രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ കേട്ടു, ഞങ്ങളുടെ ജാനമ്മ ടീച്ചർ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. ആദ്യം ഞാനിത് വിശ്വസിച്ചില്ല. എനിക്ക് അവരെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കും. അല്ലാതെ ജാനമ്മ ടീച്ചർ എവിടെയും പോകുകയില്ല. പോകുകയോ? നല്ല കഥ. എവിടേക്ക്? എന്തിന്? ഇനി അഥവാ പോവുകയാണെങ്കിൽ? അതോർത്തപ്പോൾ സങ്കടം തോന്നി. സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കുവാനുണ്ടായിരുന്നു എനിക്ക്. മുടി നിറയെ പൂവ് ചൂടി വെള്ള സാരി ഉടുത്ത് സദാ പുഞ്ചിരിച്ചു കൊണ്ടുവരാറുള്ള ജാനമ്മ ടീച്ചർ. നിറഞ്ഞ ക്ലാസ്സിൽ അമ്മുക്കുട്ടിയുടെ ശരീരത്തോട് ചേർന്ന് ഒരു മൂലക്കിരുന്ന ഞാൻ അവൾ പറയുന്നതോ ക്ലാസ്സിൽ നടക്കുന്നതോ ശ്രദ്ധിക്കാതെ ജാനമ്മ ടീച്ചറെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ അമ്മുക്കുട്ടി എന്നെ പിടിച്ചു നുള്ളി. ഞാൻ അതറിഞ്ഞില്ലെന്ന് നടിച്ചു. അവൾ വീണ്ടും നുള്ളി. എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ, ഓ ദൈവമേ, രാമൻ മാസ്റ്റർ തലേ ദിവസം തന്ന കണക്കിൻ്റെ ഉത്തരം ചോദിക്കുകയാണ്. അടുത്തെത്തിപ്പോയി. 2 ബെഞ്ചുകളും കൂടി കഴിഞ്ഞാൽ അമ്മുക്കുട്ടി, പിന്നെ ഞാൻ. സ്ലേറ്റ് എടുത്ത് ഞാൻ തയ്യാറായിരുന്നു. രാമൻ മാസ്റ്ററുടെ ചൂരൽ ഗിഷ് ഗിഷ് എന്ന് ഗർജിക്കുന്നത് കേട്ടു. ആരൊക്കെയോ കരയുന്നുണ്ടായിരുന്നു. മാധവൻകുട്ടിയും അതിൽ പെട്ടിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് കൈ വേദനിക്കുന്നത് പോലെ തോന്നി. അവൻ ചെയ്തത് തെറ്റാണെങ്കിൽ പിന്നെ ആര് ചെയ്തതാണ് ശരിയാവുക? കച്ചവടക്കാരൻ ചന്തയിൽ പോയി 3 എരുമകളെയും 4 പശുക്കളെയുമാണ് വാങ്ങിയത്. 2 എരുമയും 1 പശുവും ചത്തുപോയി. ബാക്കിയുള്ളവയെ വിറ്റത്? ഞാൻ ബന്ധപ്പെട്ട് മനസ്സിൽ കണക്ക് കൂട്ടുമ്പോൾ അമ്മുക്കുട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഞാൻ കേൾക്കുവാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം പറഞ്ഞതാ വേഗം. ഒരു കുറുക്കൻ്റെ കൗശലവും നായയുടെ ചുറുചുറുക്കുമുള്ള അവളുടെ മുഖം കടലാസു പോലെ വിളറിയിരുന്നു. രാമൻ മാസ്റ്ററുടെ ചൂരൽ നൃത്തം അവളെ നല്ല പോലെ ഭയപ്പെടുത്തിയിരിക്കണം. പക്ഷേ എനിക്ക് സന്തോഷമാണ് ഉണ്ടായത്. അല്പമൊന്ന് പേടിക്കട്ടെ. വലിയ പൊങ്ങച്ചക്കാരിയാണ്. എപ്പോഴും സൊള്ളു പറയും. ആരെയും കൂട്ടാക്കില്ല. ഇതാ ഇപ്പോൾ ആ ജാടയൊക്കെ അസ്തമിക്കാൻ പോവുകയാണ്. എങ്കിലും അവൾക്ക് അടികൊള്ളുന്നത് എനിക്കിഷ്ടമായിരുന്നില്ല. അവളുടെ എല്ലാ പോരായ്മകളും അറിഞ്ഞിട്ടുകൂടി അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു. അതാണ് പരമാർത്ഥം. എത്രയോ തവണ അവൾ എന്നെ കബളിപ്പിച്ചിട്ടുണ്ട്, പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഞാൻ വിചാരിക്കും, ഇനി ഒരിക്കലും അമ്മുക്കുട്ടിയോട് മിണ്ടില്ല. എന്നിട്ടോ എപ്പോഴും അവൾ ജയിച്ചു. അവൾ വിചാരിച്ചത് മാത്രം നടന്നു. ഒന്ന് പറഞ്ഞതാ പപ്പ, മാഷ് ഇപ്പോഴും എന്നോട് ചോദിക്കും. സ്വരത്തിൽ വേദനയും നിരാശയും. ഞാൻ അവളുടെ നിറവേറ്റപ്പെടാത്ത പ്രതിജ്ഞ ഓർത്ത് അവളോട് ചോദിച്ചു, നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉവ്. നെയ്പായസം? അത് നാളെ. എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവൾ ചതിക്കും. പണ്ട് അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അമ്മുക്കുട്ടിയുടെ മുഖത്തേക്ക് ഞാൻ ഉറ്റുനോക്കി. പക്ഷേ അവൾ രാമൻ മാസ്റ്ററെയാണ് നോക്കിയിരുന്നത്. നെയ്യപ്പം എവിടെയാ? പെൻസിലും വെള്ളം നിറച്ച കുപ്പിയും പൊട്ടിയ വളക്കഷ്ണങ്ങളുമൊക്കെ ഇട്ടുവയ്ക്കാറുള്ള പെട്ടി അവൾ തൊട്ട് കാണിച്ചു. എനിക്ക് സമാധാനമായി. 3 or 4 നെയ്യപ്പം ഒരു ബുദ്ധിമുട്ടും കൂടാതെ അതിൽ ഒളിച്ചു വയ്ക്കാം. ഇനി പറഞ്ഞു തന്നുകൂടെ? ഞാൻ പറഞ്ഞു കൊടുത്തു. അവൾക്ക് തൃപ്തിയായി. അവളുടെ കൺകോണുകളിൽ ഒരു പുതിയ പ്രകാശം നിഴലിച്ചു. ആദ്യത്തെ ശരിയായ ഉത്തരം അമ്മുക്കുട്ടിയുടേതായിരുന്നു. അവളുടെ കഴിവിൽ വലിയ വിശ്വാസമില്ലാത്തതിനാൽ ആയിരിക്കാം രാമൻ മാസ്റ്റർ പറഞ്ഞു, എവിടെ ചെയ്തത് കാണട്ടെ. എനിക്ക് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുവാൻ കഴിയുന്നതിന് മുമ്പായി അവൾ ബെഞ്ചിൽ നിന്ന് എൻ്റെ സ്ലേറ്റ് എടുത്ത് മാസ്റ്ററെ കാണിച്ചു. അവളുടേതെന്ന പോലെ. എൻ്റെ ഊഴം വന്നപ്പോൾ എനിക്ക് സ്ലേറ്റ് കാണിക്കുവാനുണ്ടായിരുന്നില്ല. കണക്ക് ചെയ്യാതെ ചെയ്തുവെന്ന് പറഞ്ഞതിനുള്ള ശിക്ഷയായി 3 ചൂരപ്പഴം ലഭിച്ചു.
ഉള്ളങ്കയും മനസ്സും ഒന്നുപോലെ നീറി. അമ്മുക്കുട്ടിയുടെ നേരെ ദേഷ്യം തോന്നിയെങ്കിലും പുറത്തു കാട്ടിയില്ല. അവൾ നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഉച്ചയ്ക്ക് ഞങ്ങളെയെല്ലാം വിട്ടപ്പോൾ ഞാൻ അമ്മുക്കുട്ടിയുടെ കൂടെ പോയി. ഇടവഴിയിൽ ആരുമില്ലാത്തൊരിടത്തെത്തിയപ്പോൾ ആ പെട്ടി എൻ്റെ കയ്യിൽ തന്നിട്ട് അവൾ പറഞ്ഞു, തുറന്നെടുത്തോ. ആശയോടെ ഞാനത് തുറന്നു. പക്ഷേ അതിനുള്ളിൽ നെയ്യപ്പം ഉണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ആ പെട്ടി വലിച്ചെറിഞ്ഞു. അവൾ അപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അവളെ വെറുതെ നോക്കി നിൽക്കുക മാത്രം ചെയ്തു. എൻ്റെ കയ്യിൽ ആ കനത്ത ചൂരൽ വീണപ്പോൾ കുട്ടികളെല്ലാവരും ചിരിച്ചത് ഞാൻ ഒരിക്കൽ കൂടി കേട്ടു. രാമൻ മാസ്റ്റർ കള്ള കൊശവ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചതും ഞാൻ ഓർത്തു. ആ അപമാനമൊക്കെ സഹിച്ചത് അവൾക്ക് വേണ്ടിയായിരുന്നു. അവൾ കാണിച്ച സ്ലേറ്റ് എൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലോ. നെയ്യപ്പം കൊണ്ടുവന്നിട്ടില്ലെന്ന് അവൾക്ക് ആദ്യം തന്നെ പറയാമായിരുന്നു. എന്നാലും ഞാൻ അവൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ അവൾ അതൊന്നും ചെയ്യാതെ എന്നെ പാവ കളിപ്പിക്കുകയാണ് ചെയ്തത്. കള്ളത്തി. അതിനൊക്കെ പുറമെ എനിക്ക് വല്ലാതെ വിശക്കുന്നുമുണ്ടായിരുന്നു. രാവിലെ സ്കൂളിലേക്ക് പോരുമ്പോൾ ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല. ഉണ്ടായിട്ട് വേണ്ടേ കഴിക്കാൻ. പരിഹാസം വഴിഞ്ഞൊഴുകുന്ന ആ പെണ്ണിൻ്റെ മുമ്പിൽ ഒരു നിമിഷം കൂടി നിന്നിരുന്നുവെങ്കിൽ ഞാൻ കരഞ്ഞു പോകുമായിരുന്നു. അതിനാൽ ഞാൻ സ്കൂളിലേക്ക് തന്നെ തിരിഞ്ഞു നടന്നു. ആരുടെയും കൂടെ കളിക്കാൻ പോയില്ല. എല്ലാവരോടും വെറുപ്പ് തോന്നി. ഉണ്ടാലും ഉണ്ടില്ലെങ്കിലും സ്കൂളിൽ പോയിക്കൊള്ളണം. അതാണ് വീട്ടിലെ കൽപ്പന. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പതിവായി കഴിഞ്ഞിരുന്നു. വിശപ്പ് എനിക്ക് സഹിക്കുവാൻ കഴിയും. അവൾ എന്നെ കബളിപ്പിച്ചതോ? അതെങ്ങനെ സഹിക്കും? എന്നെ വിഡ്ഢിയാക്കിയതിന് പുറമെ എൻ്റെ മുഖം വാടുന്നത് കണ്ടപ്പോൾ അവൾ ചിരിക്കുക കൂടി ചെയ്തു. എൻ്റെ സ്ഥിതി അവൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെയൊക്കെയാണ് അമ്മുക്കുട്ടിയെ വേദനിപ്പിക്കേണ്ടത് എന്നായിരുന്നു എൻ്റെ ആലോചന. മുട്ടുസൂചിയെടുത്ത് മേലാസകലം തറച്ചു കയറ്റണം. അല്ലെങ്കിൽ മാങ്ങ മുറിക്കുന്ന കത്തിയെടുത്ത് അവളുടെ വിരൽ കണ്ടിക്കണം. എന്തെങ്കിലും ഒന്ന് ചെയ്താലേ അവൾ പഠിക്കുകയുള്ളൂ. ഒഴിഞ്ഞ വയറും പുകഞ്ഞ തലയുമായി ഞാൻ മനോരാജ്യം കണ്ടുകൊണ്ടിരുന്നു. ഊണ് കഴിഞ്ഞ് അമ്മുക്കുട്ടി മടങ്ങിയെത്തി. അവൾ എൻ്റെ മുമ്പിൽ വന്നു നിന്നുവെങ്കിലും ഞാൻ കണ്ട ഭാവം നടിച്ചില്ല. അവൾ എന്തോ ചോദിച്ചു. ഞാൻ മിണ്ടിയില്ല. ചുണ്ടിൻ്റെ അറ്റം കടിച്ച് എങ്ങോട്ടോ നോക്കിയിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ വീർപ്പ് മുട്ടിക്കുന്ന തരത്തിലുള്ള വിഷാദം എന്നിൽ നുരഞ്ഞു പൊന്തുകയും എൻ്റെ കണ്ണിൽ വെള്ളം നിറയുകയും ചെയ്തു. അമ്മുക്കുട്ടിയോടെന്നല്ല ആരോടും അപ്പോൾ പ്രത്യേകിച്ചൊരു വിരോധവും തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുനിഞ്ഞപ്പോൾ അവൾ തടഞ്ഞു. അവളും കരയുന്നുണ്ടായിരുന്നു. അതൊരു പുത്തൻ അനുഭവമായിരുന്നു. അമ്മുക്കുട്ടി കരയുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അവൾ വിക്കി വിക്കി ചോദിച്ചു, ഉണ്ണാൻ പോയിട്ടില്ലേ? പിന്നീട് എന്താണ് ചോദിക്കേണ്ടതെന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. വെളുത്തു തുടുത്ത ആ പെണ്ണിൻ്റെ നീലക്കണ്ണുകളിൽ ജലം മുറ്റി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വേദനയൊക്കെ മറന്നു. ഏറെക്കാലം ആറ്റുനോറ്റിരുന്നതിന് ശേഷം എൻ്റെ അഭിലാഷങ്ങൾ പൂക്കുന്നതായി എനിക്ക് തോന്നി. ആശ്വാസത്തിൻ്റെ ഒരു കുളിർ ആത്മാവിൽ കടന്നു ചെല്ലുകയായിരുന്നു. മറ്റൊന്നുമല്ല, അവളുടെ തല എൻ്റെ മുമ്പിൽ കുനിയണം. എന്തെങ്കിലും ഒന്നിൽ അവൾ തോൽവി സമ്മതിക്കണം. അതുണ്ടായല്ലോ. അല്ലെങ്കിൽ പിന്നെ ആ കരച്ചിലിൻ്റെ അർത്ഥമെന്താണ്? ഞങ്ങൾ ക്ലാസ്സിലേക്ക് മടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ഈശ്വരനാണ് സത്യം, നാളെ ഞാൻ നെയ്യപ്പം കൊണ്ടുത്തരും. എനിക്ക് അവളെ നല്ലപോലെ അറിയാം. ഞാൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ നെയ്യപ്പം വേണ്ട. അവൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു, വേണ്ടേ? സത്യം പറ. ഞാൻ ഒരലസഭാവം നടിച്ചു. തന്നാലും തന്നില്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ലെന്ന മട്ടിൽ. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ അച്ഛൻ അറിയില്ലേ? അറിഞ്ഞാൽ എന്താ? നിങ്ങൾ കൊണ്ടുവന്നത് എന്തെങ്കിലും ഞാൻ തിന്നുന്നുണ്ടോ? എന്നാലല്ലേ വിരോധമുള്ളൂ. എനിക്ക് അവളോട് അസൂയ തോന്നാതിരുന്നില്ല. നെയ്യപ്പവും നെയ്പായസവും ഇഷ്ടം പോലെ കഴിക്കാം. കാളനും എരിശ്ശേരിയും ഓലനും കൂട്ടി സുഖമായി ഉണ്ടതിന് ശേഷമാണ് ഇതൊക്കെ. ആരും ഒരു മുടക്കവും പറയാറില്ല. ഭാഗ്യം ചെയ്ത പെണ്ണ്. ആ അവസ്ഥ എനിക്കായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. കദളിപ്പഴം ചേർത്ത നെയ്യപ്പത്തിൻ്റെ സ്വാദോർത്തപ്പോൾ വായിൽ വെള്ളമൂറി. ഒരിക്കൽ അമ്മുക്കുട്ടിയെയും അവളുടെ നെയ്യപ്പത്തെയും പറ്റി വീട്ടിൽ വെച്ച് പ്രസ്താവിച്ചപ്പോൾ അമ്മ അല്പം ശുണ്ഠിയോടെ പറഞ്ഞു, അതിന് നിൻ്റെ അച്ഛൻ ഒരു നമ്പൂരിയല്ലല്ലോ. ഉറങ്ങിക്കിടക്കുന്ന അടുപ്പിന് മുമ്പിൽ വെറുതെ ഇരുന്നു. സമയം നീക്കുമ്പോൾ മറ്റുള്ളവരുടെ ഐശ്വര്യത്തെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എൻ്റെ അച്ഛനും ഒരു നമ്പൂതിരി ആയിരുന്നുവെങ്കിൽ എനിക്കും ഇഷ്ടം പോലെ നെയ്യപ്പവും നെയ്പായസവും കിട്ടുമായിരുന്നു. അപ്പോൾ ഒരമ്പലമുണ്ടാകും അടുക്കെ തന്നെ. അമ്പലത്തിൽ ഒരു ശാന്തിക്കാരൻ എംബ്രാശൻ നിവേദിച്ച അപ്പവും അടയുമൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാനാണ് ആദ്യം എടുക്കുക. അച്ഛൻ ബെഞ്ചിന്മേൽ മുറുക്കാൻ ചെല്ലവുമായി ഇരിക്കുന്നുണ്ടാകും. അച്ഛൻ വെളുത്തു തടിച്ചിട്ടാണ്. ഉച്ചിയിൽ കുടുമയും പൂണൂലുമുണ്ട്. ഞാൻ അപ്പം എടുക്കുമ്പോൾ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ
എന്താ ആലോചിക്കുന്നത്? ചോദ്യം കേട്ടപ്പോൾ ഞാൻ വിളർത്തുപോയി. എന്തൊക്കെയോ ആലോചിച്ചു, പക്ഷെ ആലോചിച്ചതൊന്നും തന്നെ അവളോട് പറയാൻ പറ്റില്ല. ജാനമ്മ ടീച്ചറും പിന്നാലെ തലയിൽ വലിയൊരു കുട്ടയേറ്റിക്കൊണ്ട് ഒരു ചെറുക്കനും കടന്നു വന്നു. അമ്മുക്കുട്ടി എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. എനിക്കറിയാം ടീച്ചർ എന്തിനാണ് ഇവിടുന്ന് പോകുന്നതെന്ന്. അത്ഭുതത്തോടെ ഞാൻ അവളുടെ നേരെ നോക്കി. അവൾക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്? ഞാൻ ചോദിച്ചു. എന്നോട് പറയില്ലേ? അവൾക്കൊരു മടി. പിന്നെ അവൾ മുഴുവൻ പറഞ്ഞില്ല. എന്തോ ഒരു തമാശ ഓർത്തിട്ടെന്ന പോലെ ചിരിക്കുക മാത്രം ചെയ്തു. എൻ്റെ ക്ഷമ തീരാറായപ്പോൾ അവൾ പറഞ്ഞു, ടീച്ചറും രാഘവൻ മാസ്റ്ററും സ്നേഹത്തിലാ. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ടീച്ചർക്ക് അങ്ങനെ ആരോടൊക്കെ സ്നേഹമുണ്ടാവും? ഞങ്ങളോട് സ്നേഹമില്ലേ? എൻ്റെ സംശയം കേട്ടപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു പൊട്ടനാ, പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയേ കഴിയൂ എന്ന് എനിക്കുമില്ലായിരുന്നു. ഒടുവിൽ ആ ബുദ്ധിശാലിനി വിഡ്ഢിയായ എന്നെ അറിയിച്ചു. ജാനമ്മ ടീച്ചർ താണജാതിയാണ്, ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ആർക്കും ആരെ വേണമെങ്കിലും സ്നേഹിക്കാമെന്നായിരുന്നു. അമ്മയെയും അച്ഛനെയും നായയെയും പൂച്ചക്കുട്ടിയെയുമൊക്കെ. വീട്ടിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് ഒരു പൂച്ചക്കുട്ടിയെയാണ്. ജാതി നോക്കിയിട്ട് വേണം സ്നേഹിക്കാനെന്ന് അമ്മുക്കുട്ടി പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. വേറൊരാളാണ് പറഞ്ഞതെങ്കിൽ ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുമായിരുന്നു. അമ്മുക്കുട്ടി ആയതിനാൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ കളവ് പറയും. എനിക്ക് നെയ്യപ്പം കൊണ്ടുതരുമെന്ന് പറയുന്നവളല്ലേ. വൈകുന്നേരം ക്ലാസ് വിടുന്നതിന് മുമ്പായി രാമൻ മാസ്റ്റർ വന്ന് വാതിലിൻ്റെ ഇരുമ്പ് ചങ്ങല പിടിച്ചു കുലുക്കി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഞങ്ങളോടെല്ലാവരോടുമായി പറഞ്ഞു, മണിയടിച്ച ഉടനെ ഓടിക്കളയരുത്, ഇവിടെ തന്നെ ഇരിക്കണം. എല്ലാവർക്കും ബിസ്ക്കറ്റും പഴവും തരും. നിങ്ങളുടെ ജാനമ്മ ടീച്ചർ പോവുകയാ. ക്ലാസ് നിശബ്ദമായിരുന്നു. എനിക്കൊരു സംശയം തോന്നി. രാഘവൻ മാസ്റ്ററെ സ്നേഹിച്ചിരുന്നത് കൊണ്ടാണോ ടീച്ചറെ സ്കൂളിൽ നിന്നും പറഞ്ഞയക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സ്നേഹിക്കുന്നത് ഒരു കുറ്റമാകുമല്ലോ. ഞാൻ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്? അമ്മുക്കുട്ടിയെ അറിയുമോ എനിക്ക് അവളോട് സ്നേഹമുണ്ടെന്ന്? അറിഞ്ഞാൽ? സംശയങ്ങൾ ഒന്നിനോടൊന്ന് വർദ്ധിച്ചു വരുന്നു. ആരോടെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആരോടാണ് ചോദിക്കുക? അമ്മുക്കുട്ടി പറ്റില്ല. പിന്നെ ആരാണുള്ളത്? എൻ്റെ മനസ്സിൽ ആരെയും തോന്നിയില്ല. അപ്പോൾ ഞാൻ സമാധാനിച്ചു. ഞാൻ വളർന്നു വലുതായാൽ എനിക്കിതിൻ്റെയൊക്കെ ഉത്തരം കാണാൻ കഴിയും. മണിയടിച്ചപ്പോൾ അല്പം തിരക്കുണ്ടായി. ഹാളിൽ ബെഞ്ചിടുന്നത് വരെ ഞങ്ങളെല്ലാം പുറത്തിറങ്ങി നിൽക്കണമെന്നായിരുന്നു കൽപ്പന. ഞാൻ എൻ്റെ സ്ഥലത്ത് ചെന്നിരുന്നപ്പോൾ അമ്മുക്കുട്ടിയെ കണ്ടില്ല. അവൾ വേറെ എവിടെയോ ആയിരുന്നു. 3 വലിയ ബിസ്ക്കറ്റും 2 മണ്ണൻ പഴവും കിട്ടി. അത്ര നല്ല ബിസ്ക്കറ്റ് ഞാൻ ഒരിക്കലും തിന്നിട്ടില്ല. എല്ലാം കൂടി വായിൽ തള്ളിക്കയറ്റി വിശക്കുന്നുണ്ടായിരുന്നു. ഉമിനീരിൽ കുതിർന്നു. പല്ലിനിടയിൽ അവ കട്ട പിടിച്ച് കിടന്നപ്പോൾ നാവിൻ്റെ പൊടി കൊണ്ട് നീക്കുവാൻ സാഹസപ്പെട്ടു. ജാനമ്മ ടീച്ചർ എന്തോ പറയുന്നുണ്ടായിരുന്നു. ബിസ്ക്കറ്റ് തിന്നുന്നത് തിരക്കിൽ ഞാൻ അത് കേട്ടില്ല. ഉറുമാലെടുത്ത് കണ്ണു തുടയ്ക്കുകയെന്നത് മാത്രം കണ്ടു. എല്ലാവരോടും പൊയ്ക്കൊള്ളാൻ രാമൻ മാസ്റ്റർ പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ അമ്മുക്കുട്ടിയെ കണ്ടു. ആ ബഹളത്തിൽ അവൾ എന്നെ തിരയുകയായിരുന്നു അത്രേ. പുസ്തകവും സ്ലേറ്റും പെട്ടിയുമൊക്കെ മാറോടടുക്കി പിടിച്ച് അവൾ പിന്നിലും ഞാൻ മുന്നിലുമായി വീട്ടിലേക്ക് നടന്നു. അവൾ അധികമൊന്നും സംസാരിച്ചില്ല. എന്തോ ആലോചിക്കുന്നത് പോലെ തോന്നി. ജാനമ്മ ടീച്ചർ പോകുന്നതിലുള്ള സങ്കടമായിരിക്കുമെന്ന് ഞാൻ കരുതി. എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ചിന്ത അപ്പോൾ ജാനമ്മ ടീച്ചറിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്നു. അവളുടെ വീടെത്താറായപ്പോൾ ഞാൻ അവളെ പിടിച്ചു നിർത്തി പൊടുന്നനെ ചോദിച്ചു, എൻ്റെ മനസ്സിൽ ഇപ്പോഴെന്താ ഉള്ളതെന്ന് പറയാൻ കഴിയുമോ? അവൾ തലയാട്ടി. ആലോചിച്ചു പറ. അവൾ ആലോചിക്കാൻ മിനക്കെട്ടില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരിരിപ്പിന് അങ്ങനത്തെ എത്ര ബിസ്ക്കറ്റ് തിന്നാൻ കഴിയും? ആണിയുടെ പുറം പോലെ വലിയ ചതുക്കുകളും കുഴികളുമുള്ള ആ വലിയ ബിസ്ക്കറ്റുകളുടെ രൂപം മനസ്സിൽ നിന്നും മാഞ്ഞിരുന്നില്ല. അവൾ അതിൽ യാതൊരു താല്പര്യവും കാണിച്ചില്ല. അമ്പലക്കുളത്തിൻ്റെ കരയിലെത്തിയപ്പോൾ ആരെയോ കാത്തുനിന്നെന്ന കൊണ്ടെന്ന പോലെ അവൾ പറഞ്ഞു, നീ നടന്നോ? നാളെ നെയ്യപ്പം, പിന്നെ നെയ്പായസം. തീർച്ച. ജീവിതത്തിലെ എല്ലാ അലട്ടുകളിൽ നിന്നും മുക്തനായവനെ പോലെ ചൂളം വിളിച്ചുകൊണ്ട് ഞാൻ നടന്നു. ഏതാനും അടി നടന്നതിന് ശേഷം എന്തിനെന്നില്ലാതെ വെറുതെ തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ട കാഴ്ച 3 ബിസ്ക്കറ്റുകൾ വെള്ളിത്തളികകൾ പോലെ ആ കുളത്തിൻ്റെ നടുവിലേക്ക് പറക്കുന്നു. ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ അമ്മുക്കുട്ടി തലതാഴ്ത്തി. എനിക്കതിൻ്റെ പൊരുൾ മനസ്സിലായി. പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ ഞാൻ വീട്ടിലേക്ക് ബന്ധപ്പെട്ട് നടന്നു. അങ്ങാടിയിൽ കിട്ടുന്ന ഏറ്റവും താണ അരി കൊണ്ടായിരുന്നു അന്ന് വീട്ടിൽ കഞ്ഞി. നാറുന്ന അതിൻ്റെ വറ്റ് ഒരു പിടി വാരി ഞാൻ ചിന്താധീനനായിരുന്നു.
നൂറ്റാണ്ടുകളായി മനുഷ്യൻ സംഭരിച്ചു വെച്ചിട്ടുള്ള അറിവിൻ്റെ ഉറവ് എൻ്റെ ഹൃദയത്തിൽ പൊട്ടി. അമ്മ ചോദിച്ചു, നീ എന്തിനാടാ കഞ്ഞിയും മുമ്പിൽ വെച്ച് ഇങ്ങനെ കരയുന്നത്? ഓരോരുത്തർക്ക് ഇത് തന്നെ കിട്ടിയോ? അമ്മുക്കുട്ടി എറിഞ്ഞു കളഞ്ഞ ബിസ്ക്കറ്റിനെ പറ്റി അമ്മയോട് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ പറഞ്ഞില്ല. എന്തിനാണ് അവൾ അത് നശിപ്പിച്ചു കളഞ്ഞത്? എനിക്ക് തന്നാൽ ഞാൻ തിന്നുമായിരുന്നല്ലോ. അതിനുശേഷം 14 കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ജീവിക്കുവാനുള്ള വക തേടി എൻ്റെ ബാല്യ സ്വപ്നങ്ങളുടെ സങ്കേതഭൂമിയിൽ നിന്ന് വളരെ ദൂരം ചെല്ലേണ്ടി വന്നു. പലതും മറന്നുപോയി. എങ്കിലും ഒന്ന് മനസ്സിൽ തങ്ങി നിന്നു. അന്ന് അമ്മുക്കുട്ടി തിന്നാതെ വലിച്ചെറിഞ്ഞു കളഞ്ഞ ബിസ്ക്കറ്റ്. അതിൻ്റെ ചിന്ത എപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് രാവിലെ അവിചാരിതമായി ഒരു സന്തോഷ വാർത്ത കേട്ടു. എൻ്റെ പഴയ അമ്മുക്കുട്ടിയുടെ വിവാഹം കഴിഞ്ഞുവത്രേ. ജാതിയും മതവും ഒന്നും നോക്കാതെ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ ഭർത്താവായി എടുക്കുകയാണ് അവൾ ചെയ്തത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ പുതിയ കുടുംബം സുഖമായി കഴിഞ്ഞുകൂടട്ടെ. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.